ഹലോ, ഇന്നത്തേതൊരു മണി പ്ലാന്റ് ഡെക്കറേഷൻ ഐഡിയ ആണ്. നമ്മൾ വെറുതെ മണി പ്ലാന്റ് കൊണ്ടുപോയി തൂക്കിയിടുക അല്ലെങ്കിൽ പടർത്തി വിടുക ചെയ്യുന്നതിലല്ല കാര്യം. അത് കുറച്ചുകൂടി ഡെക്കറേറ്റീവായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിനൊരു ഭംഗിയുള്ളത്. അപ്പോൾ ഒന്നൊരു കിടിലൻ ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട മെയിൻ സാധനം നമ്മുടെ വാഴയുടെ ഉണങ്ങിയ ഇലകളാണ്. വാഴയുടെ ഉണങ്ങിയ ഇല കൊണ്ട് എന്ത് ചെയ്യാം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആദ്യം തന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും കമ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ബക്കറ്റിൻ്റെ അടപ്പ് റൗണ്ടിന് പൊട്ടിച്ചെടുത്താലും മതി. അപ്പോൾ ആ ഒരു സാധനം എടുത്തിട്ട് ഇതുപോലെ വാഴയില ഇതുപോലെ ചുറ്റി വലിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വലയം എവിടെ നിന്നാണ് ഒപ്പിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സാധാരണ കടകളിലൊക്കെ പോകുമ്പോഴേക്കും ഓരോന്നൊക്കെ ഇട്ട് വെക്കുന്നൊരു ചെറിയൊരു സാധനം കിട്ടും. അപ്പോൾ അത് പഴയത് ഡാമേജ്ഡ് ആയിട്ടൊക്കെ ഉള്ളത് നമുക്ക് വാങ്ങിച്ചെടുത്താൽ നമുക്കിതുപോലെ അതിൻ്റെ വലയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചുറ്റി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഴയില ഇതുപോലെ ചുറ്റി വരിഞ്ഞ് നമുക്ക് ആ വാഴയില കൊണ്ട് തന്നെ ഒന്ന് കെട്ടി അങ്ങ് പോയാൽ മതി. ഇനി നമ്മുടെ താരം മണി പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ സാധാരണ നമ്മൾ ഈ മണി പ്ലാന്റ് പടർത്തി വിടാൻ വേണ്ടിയിട്ട് കയറും ചണവും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് അതൊന്നും ആവശ്യമില്ലാതെ വാഴയിലയിലാണ് ഞാനിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും സീറോ കോസ്റ്റിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഉഗ്രൻ ഒരു ഡെക്കറേറ്റീവ് ഐറ്റമാണ് ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണി പ്ലാന്റിൻ്റെ ആ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് ആദ്യത്തെ ഒരു 2-3 ഇലകൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കാരണം അവിടെയാണ് നമുക്ക് മണ്ണ് കൊടുത്ത് ഉറപ്പിക്കാനുള്ളത്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ചുറ്റി വരിഞ്ഞ് കൊടുത്താൽ മതി. അങ്ങനെ ഒരു മൊത്തത്തിലൊരു 3 സ്റ്റാൻഡ് ഞാൻ ഇതുപോലെ ചുറ്റി വരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലി നമുക്ക് അതിനകത്തേക്ക് മണ്ണ് വെച്ച് കൊടുക്കണം, അതിൻ്റെ റൂട്ടിങ് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഫുള്ളായിട്ടൊന്ന് കറക്കി വരിഞ്ഞെടുത്തതിന് ശേഷം അവസാനം കുറച്ച് ഭാഗം നമ്മൾ വിട്ട് കൊടുക്കണം. മണി പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രീതിയിലും വളരാൻ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ്. നമ്മൾ എങ്ങനെ കൊണ്ട് വെച്ച് കൊടുത്താലും വളർന്ന് കിട്ടുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഞാൻ ആ ഒരു സോയിൽ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ താഴ്ഭാഗത്തിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് വാഴയില ഞാൻ എടുത്ത് കുറച്ച് സോയിലും കൂടെ ആഡ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ടൈറ്റായിട്ട് നമുക്ക് കെട്ടി കൊടുക്കണം. കാരണം ഇതിനകത്ത് സോയിലുണ്ട്, വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാഴയില പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ലെയർ ഇല എടുത്തിട്ട് വേണം ഇതുപോലെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് വലിഞ്ഞ് കെട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വാഴയുടെ തന്നെ ഈ ഒരു കെട്ടുന്ന സാധനമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ഡബിൾ ഇട്ടിട്ടാണ് ഞാനിങ്ങനെ കെട്ടി വലിഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്കിത് കെട്ടിയെടുക്കാം. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയാലും നമുക്ക് ഒരുപാട് ക്ഷമ വേണ്ട ഒരു ഡെക്കറേറ്റീവ് ഐഡിയയാണിത്. ചെയ്തു വരുമ്പോൾ സംഭവം കളറായിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ താഴ്ഭാഗവും കൂടെ കവർ ചെയ്ത് പോകണം, എന്നാലേ അതിനൊരു വൃത്തി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സ്റ്റാൻഡ് ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ മണ്ണിനകത്തൂടെ കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ഭാഗത്തേക്ക് ചുറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇതിന് ഏതാണ് തല ഏതാണ് വാലെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ മൊത്തത്തിൽ കവർ ചെയ്ത് നിൽക്കുമോ. നല്ല ഭംഗിയാണ് കാണാൻ. റീത്ത് മോഡലിലാണ് നമ്മൾ അവസാനം ഇത് ചെയ്തെത്തിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കിതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് മണി പ്ലാന്റൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേറ്റീവ് ഐഡിയയാണ്. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വളരെ സിമ്പിളായിട്ടും സീറോ കോസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് മണി പ്ലാന്റിൻ്റെ ഐഡിയാസ് ഞാൻ തുടർന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്ലാന്റ് ബേസ്ഡ് വീഡിയോസാണ് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരേക്കും ബൈ ബൈ.